ഹലോ ആൾ, വെൽക്കം ടു ന്യൂട്ടൺസ്. മക്കളെ, അതുൽ സാറാണേ. എടാ, നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് പ്ലസ് ടുവിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ചാപ്റ്റർ 13 ഏതാ പ്രോബബിലിറ്റി. മക്കളെ, പ്രോബബിലിറ്റി നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. നിങ്ങൾ 10th പഠിച്ചിട്ടുണ്ടായിരുന്നു, +1 പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? എന്താണ് പ്രോബബിലിറ്റി? അല്ല, സാധ്യത. മഴ പെയ്യാനും മഴ പെയ്യാണ്ടിരിക്കാനും സാധ്യത. നിങ്ങൾ എക്സാം ജയിക്കാനും എക്സാം ജയിക്കാണ്ടിരിക്കാനും സാധ്യത അല്ലേ? ഇതാണെന്ത് പ്രോബബിലിറ്റി എന്ന് പറഞ്ഞാൽ. നിങ്ങൾ +1 അടിപൊളിയായിട്ട് പ്രോബബിലിറ്റി പഠിച്ചിട്ടില്ലേ അല്ലേ? എല്ലാ കൺസെപ്റ്റും കാര്യങ്ങളും ഒക്കെ നിങ്ങൾ +1 പഠിച്ചിട്ടുണ്ടായിരുന്നു. +2 എത്തുമ്പം കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ട്, സിമ്പിളാണ്, +1 പോലെ തന്നെ സിമ്പിളാണ്, എന്നാൽ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള പ്രോബ്ലംസും കൺസെപ്റ്റും മാത്രമേ ഉണ്ടാവുള്ളൂ. എന്നാൽ ഈ ക്ലാസ് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും അതും ഈസി ആയിരിക്കും. നല്ല രീതിയിൽ സ്കോർ ചെയ്യാനുള്ള എല്ലാ ടൈപ്പ് ക്വസ്റ്റ്യൻസും എല്ലാ ടൈപ്പ് കോൺസെപ്റ്റും ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. ഓക്കെ ആണല്ലോ? അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെങ്കിൽ ആദ്യം +1 പ്രോബബിലിറ്റി ഒന്ന് റീക്യാപ്പ് ചെയ്താൽ നമുക്ക് തോന്നാം. ഓക്കെ, നിങ്ങൾ +1 ഈസി ആയിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു പ്രോബബിലിറ്റി എന്താണെന്നുള്ളത്. എന്താണ് ഞാൻ ചോദിക്കട്ടെ, ആദ്യം സാമ്പിൾ സ്പേസ്. എന്താണ് സാമ്പിൾ സ്പേസ്? നമുക്കറിയാം, ഒരു കാര്യം നമ്മൾ ചെയ്യുകയാണെങ്കിൽ ടോട്ടൽ ഔട്ട്കം ആയിരിക്കും എൻ്റെ ഒരു സാമ്പിൾ സ്പേസ് എന്ന് പറഞ്ഞാൽ. നമ്മൾ എക്സാമ്പിൾ എടുക്കാൻ നോക്കിയേ, 2 കോയിൻ ടോസ് ചെയ്യണേ. 2 കോയിൻസ് ടോസ് ചെയ്യണം. ഓക്കെ, 2 കോയിൻ ടോസ് ചെയ്യുമ്പം സാമ്പിൾ സ്പേസ് എന്ന് എങ്ങനെയൊക്കെ വരാം? സാമ്പിൾ സ്പേസ് എന്തൊക്കെയാ വരാം? ഓക്കെ, ഹെഡും വരാം അല്ലേ? ഹെഡും ടെയിലും വരാം, ടെയിലും ഹെഡും വരാം, ടെയിലും വരാം ആണല്ലോ. ഇതല്ലേ ടോട്ടൽ ഔട്ട്കംസ് എന്ന് പറഞ്ഞെങ്കിൽ സാമ്പിൾ സ്പേസ് നമ്മൾ എഴുതിയല്ലോ. ഞാൻ ഇനി ഒരു ഇവന്റ് എടുക്കുന്നു, ഒരു ഇവന്റ് എ എടുക്കുന്നു. എ എന്ന് പറഞ്ഞെങ്കിൽ എന്താണ്? അറ്റ്ലീസ്റ്റ് 1 ടെയിൽ, അറ്റ്ലീസ്റ്റ് ഒരു ടെയിലെങ്കിലും വേണം. അറ്റ്ലീസ്റ്റ് 1 ടെയിൽ എടുക്കുമ്പോൾ നോക്കി ഏതൊക്കെ വരും? HH വരുമോ? 2 ഹെഡ് വരുമോ? അറ്റ്ലീസ്റ്റ് 1 ടെയിൽ അല്ല പറഞ്ഞേ. അപ്പൊ നോക്കി, H ടെയിൽ വരാം, ടെയിൽ H വരാം, ടെയിൽ വരാം അല്ലെ? എല്ലാത്തിനും അറ്റ്ലീസ്റ്റ് ഒരു ടെയിലെങ്കിലും ഉണ്ട്. ഓക്കെ, ഞാൻ പറഞ്ഞു വരുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് പ്രോബബിലിറ്റി ഓഫ് എ, അതായത് പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് അറ്റ്ലീസ്റ്റ് 1 എന്താണ് ടെയിൽ പറഞ്ഞെങ്കിൽ നോക്കി, P ഓഫ് എ നമ്മൾ എങ്ങനെയാണ് എഴുതുക? P ഓഫ് എ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നോക്കി, N ഓഫ് എ ഡിവൈഡഡ് ബൈ N ഓഫ് എസ്. എന്താണ് N ഓഫ് എ? എന്താണ് N ഓഫ് എസ്? അതായത് N ഓഫ് എ എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ ഇവന്റ് എ, N ഓഫ് എസ് എന്ന് പറഞ്ഞാലോ നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ സാമ്പിൾ സ്പേസ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് അല്ല, ഏറ്റവും ബേസ് ആയിട്ടുള്ള ഇക്വേഷൻ ആണ് P ഓഫ് എ എന്ന് പറഞ്ഞാൽ. പ്രോബബിലിറ്റി ഓഫ് എ എന്ന് പറഞ്ഞെങ്കിൽ N ഓഫ് എ ബൈ N ഓഫ് എസ്. സെറ്റ് അല്ലേ? ഓക്കെ ആണോ? ഇതാണ് നിങ്ങൾ ആദ്യമായിട്ട് പഠിച്ച കാര്യങ്ങൾ. പിന്നീട് ഇനി പഠിക്കാണ്ടല്ലോ. ഓക്കെ, അതായത് P ഓഫ് എ കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ എന്താ? P ഓഫ് എ കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ 1 മൈനസ് P ഓഫ് എ ആയിരിക്കും അല്ലെ? 1 മൈനസ് P ഓഫ് എ ആയിരിക്കും. സെറ്റ് ആണേ? അതൊക്കെയാണ്. ഇനി നമ്മൾ പഠിക്കാണ്ടല്ലോ. ഓക്കെ, P ഓഫ് എ യൂണിയൻ ബി നമ്മൾ പഠിച്ചിട്ടില്ലേ? എന്തായിരുന്നു? P ഓഫ് എ പ്ലസ് P ഓഫ് ബി മൈനസ് P ഓഫ് എ ഇന്റർസെക്ഷൻ ബി അല്ലേ? പഠിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ P ഓഫ് എ ഇന്റർസെക്ഷൻ ബി എന്ന് പറഞ്ഞാൽ എന്താ? P ഓഫ് എ പ്ലസ് P ഓഫ് ബി മൈനസ് P ഓഫ് എ യൂണിയൻ ബി. സിമ്പിൾ ആയിട്ട് ഇതൊക്കെ പഠിച്ച കാര്യങ്ങളാണ് അല്ലേ? പിന്നെ ഞാൻ ചോദിക്കട്ടെ, പ്രോബബിലിറ്റിന്റെ മാക്സിമം വാല്യൂ എത്ര? 1 ആണ്. പ്രോബബിലിറ്റിന്റെ മിനിമം വാല്യൂ എത്ര? 0 ആണ്. അപ്പം P ഓഫ് എ എന്ന് പറഞ്ഞാൽ എങ്ങനെയൊക്കെ വരാം? 0 to 1 വരാം അല്ലേ? 1 എന്ന് പറഞ്ഞാൽ 100% ആയിരിക്കും അല്ലേ? 0 എന്ന് പറഞ്ഞാൽ 0% ഇല്ല, പ്രോബബിലിറ്റി അവിടെ ഇല്ല അല്ലേ? നിങ്ങൾ എക്സാമിന് പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും പാസ്സാവും. പ്രോബബിലിറ്റി എത്ര? 1 ആണല്ലേ? 100% ഉറപ്പായിട്ടും നിങ്ങൾ പാസ്സാവും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്? +2 പഠിച്ചിട്ടുണ്ട്. പിന്നെ ഒരു ഡി മോർഗൻസ് ലോ പഠിച്ചിട്ടുണ്ടായിരുന്നു. എന്തായിരുന്നു? നോക്കി, P ഓഫ് എ കോംപ്ലിമെന്റ് യൂണിയൻ ബി കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ P ഓഫ് എ ഇന്റർസെക്ഷൻ ബി ഓൾ കോംപ്ലിമെന്റ് ആയിരുന്നു. നിങ്ങൾ പഠിച്ചില്ലേ? അതേപോലെ തന്നെ P ഓഫ് എ കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ് പറഞ്ഞാൽ P ഓഫ് എ യൂണിയൻ ബി ഓൾ കോംപ്ലിമെന്റ് ആയിരുന്നു. ഇതൊക്കെ ഓർമ്മയില്ലേ? ഇതാണ് ഡി മോർഗൻസ് ലോ അല്ലേ? ഓക്കെ, ഇതൊക്കെ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവണം. ഇതൊക്കെ നമുക്ക് +2 പ്രോബബിലിറ്റിയിലും ആവശ്യമുണ്ട്. ഓക്കെ ആണേ? ഇനി നമ്മൾ +2 പോകണേ. +1 ഒക്കെ ഇവിടെ തീർന്നു. ഇത്രയും കാര്യങ്ങളൊക്കെ ഒന്ന് എഴുതിയെടുക്കാം. ഇത് എന്തായാലും മനസ്സിലുണ്ടാവണം. ഓക്കെ ആണേ? സെറ്റ്. നമ്മൾ +2 പോകണേ.
ഓക്കേടാ, +1 പ്രോബബിലിറ്റി എല്ലാം നിങ്ങൾ നോക്കിയല്ലോ, അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, നല്ല രീതിയിൽ അത് പഠിക്കണം. ഈ നമുക്ക് +2ലേക്ക് നമ്മൾ പോവാണേ. നോക്കിയടാ, ചാപ്റ്റർ 13 പ്രോബബിലിറ്റി, നമ്മുടെ +2 പ്രോബബിലിറ്റി, ഇതൊക്കെയാണ് നമ്മുടെ +2 പ്രോബബിലിറ്റിയിലുള്ളത്. നോക്കിയടാ, കണ്ടീഷണൽ പ്രോബബിലിറ്റി ഉണ്ട്, ഇൻഡിപെൻഡന്റ് ഇവന്റ്സ് ഉണ്ട്, ബേസ് തിയറം ഉണ്ട്. ഇത് മൂന്നും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്തായാലും ക്വസ്റ്റ്യൻ ചോദിക്കും ഉറപ്പായിട്ടും. എന്താണ് ക്ലിയർ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. നമ്മൾ ആദ്യം എന്തിലേക്ക് പോകുന്നു? കണ്ടീഷണൽ പ്രോബബിലിറ്റിയിലേക്ക് പോകുന്നു. എന്താണ് കണ്ടീഷണൽ പ്രോബബിലിറ്റി? നോക്കിയല്ലോ, നമുക്ക് രണ്ട് ഇവന്റ്സ് നടക്കുന്നുണ്ട്, എയും ഉണ്ട് ബിയും ഉണ്ട്. ഓക്കെ, ഈ എ എന്ന് പറഞ്ഞ ഇവന്റ് ഓൾറെഡി നടന്നു കഴിഞ്ഞു, ഇനി ബി നടക്കാൻ പോകുന്നു. ബി നടക്കുന്നത് എ എന്ന് പറഞ്ഞ ഇവന്റിന്റെ റിസൾട്ടിനനുസരിച്ചിട്ടായിരിക്കും ബി നടക്കാൻ പോകുന്നത്. നിങ്ങൾ എക്സാമിന് പഠിച്ചിട്ടുണ്ടെങ്കിൽ പാസ്സാവും, പാസ്സാവില്ല. പഠിച്ചിട്ടില്ലെങ്കിലോ പാസ്സാവൂല. ഓക്കെ, അപ്പം പഠിച്ചിട്ടുണ്ടോ പഠിച്ചിട്ടില്ല എന്നുള്ളത് ഓക്കെ ഒരു ഇവന്റ് ആണ്, അത് ഓൾറെഡി കഴിഞ്ഞു ഇല്ലേ. പഠിച്ചിട്ടുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ പാസ്സാവുള്ളൂ. ഞാൻ പച്ച മലയാളത്തിൽ പറഞ്ഞതാണ്. നിങ്ങൾ ഒരു കടയിൽ പോയിട്ട് ബിരിയാണി കഴിക്കുക, ബിരിയാണി കഴിച്ചു, അടുത്തത് വീണ്ടും ആ കടയിൽ പോയി ബിരിയാണി കഴിക്കണമെങ്കിൽ നിങ്ങൾ ആദ്യം കഴിച്ചതിന്റെ ഓക്കെ ആണെങ്കിലല്ലേ, ആദ്യം കഴിച്ചെങ്കിൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മാത്രമല്ലേ നിങ്ങൾ രണ്ടാമത് പോകുള്ളൂ അല്ലെ. അപ്പൊ ആദ്യത്തെ ഇവന്റ് ബിരിയാണി കഴിച്ച് ആദ്യത്തെ ഇവന്റ് ഓക്കെ ആണെങ്കിൽ മാത്രമേ നിങ്ങൾ വീണ്ടും പോകുള്ളൂ. അതായത് രണ്ട് ഇവന്റ് ഉണ്ടെങ്കിൽ എ എന്ന് പറഞ്ഞ ഇവന്റ് ഓൾറെഡി നടന്നു കഴിഞ്ഞു, ആ എ ഇവന്റിന്റെ റിസൾട്ടിനനുസരിച്ചിട്ടായിരിക്കും ബി നടക്കുക. ഓക്കെ അല്ലേ, കണ്ടീഷണൽ പ്രോബബിലിറ്റി ഓക്കെ അല്ലേ. അപ്പൊ കണ്ടീഷണൽ പ്രോബബിലിറ്റി നമ്മൾ എങ്ങനെയാണ് എഴുതാറ്? പി ഓഫ് എ ഗിവൺ ബി. ഓക്കെ, ഇത് പി ഓഫ് എ ഗിവൺ ബി എന്നാണ്. പിന്നെ പ്രോബബിലിറ്റി കേട്ടോ. ഓക്കെ, എ ഗിവൺ ബി എന്നാണ് പറയാം, ബാർ അല്ല കേട്ടോ, ഗിവൺ ആണ്. ഓക്കെ, പി ഓഫ് എ ഗിവൺ ബി എന്ന് പറഞ്ഞാൽ പി ഓഫ് ബി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രോബബിലിറ്റി ഓഫ് എന്താടാ എ ആണ് അല്ലെ, പ്രോബബിലിറ്റി ഓഫ് എ ആണ്. പക്ഷേ ഗിവൺ ദാറ്റ് B has already occurred. B already നടന്നു കഴിഞ്ഞു. നമുക്ക് B ഓഫ് പ്രോബബിലിറ്റി ഓഫ് എ ആണ് കാണേണ്ടത്. ഓക്കെ അല്ലേ, സെറ്റ് അല്ലേ? ഓക്കെ, അപ്പം എ കണ്ടീഷൻ പ്രോബബിലിറ്റി പി ഓഫ് എ ഗിവൺ ബി അല്ലേ. നമുക്ക് എങ്ങനെ ഇത് കാണാമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഓക്കെ, പ്രോബബിലിറ്റി ഓഫ് എ ഗിവൺ ബി, പി ഓഫ് എ ഗിവൺ ബി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മക്കളെ നോക്കിടാ, P of A intersection B ഡിവൈഡ് ബൈ P of B ആണ് വരുന്നത്. മക്കളെ എടാ ബി താഴെയുള്ളത്, ഇവിടെ താഴെയുള്ളത് ഏതാണ്? ബി അല്ലേ. താഴെയുള്ളതാണ് എന്ത് ചെയ്യുക, ഇവിടെ അടിയിൽ വരേണ്ടത്. അതായത് നടന്നു കഴിഞ്ഞതാണ് അടിയിൽ വരേണ്ടത്. ശ്രദ്ധിക്കണം, വളരെ വളരെ ശ്രദ്ധിക്കണം. നടന്നു കഴിഞ്ഞ ഇവന്റ് ആണ് അടിയിൽ വരുന്നത്. നമുക്ക് ക്വസ്റ്റ്യനിൽ ഗിവൻ ദാറ്റ് പറഞ്ഞൊരു ഇവന്റ് തരും, ആ ഇവന്റ് ആണ് താഴെ വരേണ്ടത്. ഓക്കെ, ഞാൻ ഒന്നുകൂടി ചോദിക്കണം ഇങ്ങോട്ട്. പി ഓഫ് ഇ ഗിവൺ എഫ് എന്തായിരിക്കും? അപ്പം പി ഓഫ് ഇ ഇന്റർസെക്ഷൻ എഫ് ഡിവൈഡ് ബൈ നിൽക്കിയേ പി ഓഫ് ഇ ആണോ എഫ് ആണോ വരിക? ഇവിടെ താഴെ വരാ എഫ് അല്ലേ, അപ്പം പി ഓഫ് എഫ് ആണ് വരിക. ഓക്കെ, സെറ്റ് അല്ലേ? അതാണ് നമ്മൾ എഴുതിക്കുന്നത് കണ്ടീഷണൽ പ്രോബബിലിറ്റി പി ഓഫ് ഇ ഗിവൺ എഫ് എന്ന് പറഞ്ഞാൽ പി ഓഫ് ഇ ഇന്റർസെക്ഷൻ എഫ് ബൈ പി ഓഫ് എഫ്. ഓക്കെ അല്ലേ, സെറ്റ് അല്ലേ? ഇനി നമ്മൾ ക്വസ്റ്റ്യൻസിലേക്ക് പോകാൻ കണ്ടീഷണൽ പ്രോബബിലിറ്റിന്റെ കൺസെപ്റ്റ് എന്താണെന്നൊക്കെ ഒക്കെ നമുക്ക് മനസ്സിലായിട്ടുണ്ട്. നമ്മൾ ഇനി ക്വസ്റ്റ്യനിലേക്ക് പോകണം. ഓക്കെ, നോക്കാം. ഇതാ, given that E and F are events such that P of E equal to 0.6, P of F equal to 0.3 and P of E intersection F equal to 0.2, find P of E given F and P of F given E. സിമ്പിൾ ക്വസ്റ്റ്യൻ. ഓക്കെ, സിമ്പിൾ ആയിരുന്നു ചെയ്യും. ഓക്കെ, പി ഓഫ് ഇ എത്ര വന്നിട്ടുണ്ട്? 0.6 വന്നിട്ടുണ്ട്. പി ഓഫ് എഫ് എത്ര വന്നിട്ടുണ്ട്? 0.3 തന്നിട്ടുണ്ട് അല്ലേ. നമുക്ക് എന്താ കാണാൻ പറഞ്ഞാൽ ഒന്നുകൂടി തന്നിട്ടുണ്ട് അല്ലേ. പി ഓഫ് ഇ ഇന്റർസെക്ഷൻ എഫ് തന്നിട്ടുണ്ട് എത്ര? 0.2 തന്നിട്ടുണ്ട്. നമുക്ക് പി ഓഫ് ഇ ഗിവൺ എഫ് കണ്ടാലോ? ഓക്കെ, എന്തായിരുന്നു ഇക്വേഷൻ? പി ഓഫ് ഇ ഗിവൺ എഫ് എന്ന് പറഞ്ഞാൽ പി ഓഫ് ഇ ഇന്റർസെക്ഷൻ എഫ് ഡിവൈഡഡ് ബൈ പി ഓഫ് എഫ് അല്ല എന്നടാ മനസ്സിലല്ലേ. താഴെ വരണം. നോക്കി, എഫ് താഴെയാണ്, അപ്പോൾ താഴെ എഫ് വരണം, പി ഓഫ് എഫ് വരണം. ഓക്കെ, എല്ലാ വാല്യൂസും നമുക്ക് അറിയില്ലേ. നോക്കിയടാ, പി ഓഫ് ഇ ഇന്റർസെക്ഷൻ എഫ് എത്രടാ? 0.2 ഡിവൈഡ് ബൈ പി ഓഫ് എഫ് എത്രയാണുള്ളത്? 0.3. നമുക്ക് കാൽക്കുലേറ്റർ ഉണ്ടാവില്ലേ? എല്ലാം കാൽക്കുലേറ്റർ ചെയ്താൽ മതിയെ, ഒരു കുഴപ്പമില്ല. വെറുതെ മനക്കണക്കൊന്നും ചെയ്യാൻ നിൽക്കരുത്. 0.2 ഡിവൈഡ് ബൈ 0.3 നമുക്ക് എത്ര കിട്ടും? 0.66 കിട്ടും കേട്ടോ. ഓക്കെ, ചെയ്താൽ മതി, കാൽക്കുലേറ്റർ ചെയ്താൽ മതി. ഓക്കെ, അടുത്ത നമുക്ക് വേണ്ടി പി ഓഫ് എഫ് ഗിവൺ ഇ അല്ലേ വേണ്ടി? ഇതിന്റെ ഇക്വേഷൻ ആയിരുന്നു. നോക്കിയേ,
പി ഓഫ് എഫ് ഇന്റർസെക്ഷൻ ഇ ഡിവൈഡഡ് ബൈ പി ഓഫ് എന്തിനാം ഇ താഴെയുള്ളത് ഏതാണ് ഇ ആണുകൊണ്ട് പി ഓഫ് ഇ താഴെ വരും. എത്ര വരും നോക്കിയേ, എഫ് ഇന്റർസെക്ഷൻ എത്ര എന്നാൽ ഇ ഇന്റർസെക്ഷൻ എഫ് ആയാലും എഫ് ഇന്റർസെക്ഷൻ ഇ ആയാലും രണ്ടും സെയിം അല്ലേ അല്ലേ. ഇന്റർസെക്ഷൻ പറഞ്ഞാൽ എന്തായിരുന്നു അല്ലേ, എഫിലും ഇയിലും അല്ലെ, എഫിലും ഇയിലും ഒരേപോലെയുള്ളതല്ല, അത് രണ്ടും സെയിം ആയിരിക്കില്ലേ. അപ്പം ഇ ഇന്റർസെക്ഷൻ എഫ് ആയാലും എഫ് ഇന്റർസെക്ഷൻ ഇ ആയാലും സെയിം ആണ്. ഓക്കെ, അതെത്ര നമുക്ക് തന്നിട്ടുണ്ട് 0.2 തന്നിട്ടുണ്ട്. ഡിവൈഡ് ബൈ പി ഓഫ് ഇ എത്രയാണെടാ, ഓക്കെ നമുക്ക് കിട്ടി 0.6 ആണ് തന്നിട്ടുണ്ട്. ഓക്കെ, ആൻസർ വരും എത്ര വരും 0.33 വരും. ഓക്കെ, അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് വളരെ സിമ്പിളാണ്. നമുക്ക് ചെയ്ത് ശ്രദ്ധിക്കേണ്ടത് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഇന്റർസെക്ഷൻ എഫും എഫ് ഇന്റർസെക്ഷൻ ഇയും എന്നാണ് സെയിം ആണ്. നിങ്ങൾ ഓൾറെഡി പഠിച്ച കാര്യമാണ്. ഓക്കെ അല്ല, സിമ്പിൾ ക്വസ്റ്റൻ അല്ലേ. ഈ നോക്കി അടുത്തേക്ക് പോകാൻ നോക്കി. ഡിറ്റർമൈൻ പി ഓഫ് ഇ ഗിവൺ എ കോയിൻ ഈസ് ടോസ്ഡ് 3 ടൈംസ്. ഒരു കോയിൻ 3 വട്ടം ടോസ് ചെയ്തു. വേർ ഇ സച്ച് ദാറ്റ് ഹെഡ് ഓൺ തേർഡ് ടോസ്, എഫ് സച്ച് ദാറ്റ് ഹെഡ് ഓൺ ഫസ്റ്റ് 2 ടോസസ്. ഇതാണ് നമുക്ക് ചെയ്യേണ്ടത്. നോക്കിടാ ഈ ആണ് ആദ്യം സാമ്പിൾ സ്പേസ് എഴുതാൻ പോവാണ്. ഓക്കെ, 3 കോയിൽ ടോസ് ചെയ്യുമ്പം സാമ്പിൾ സ്പേസ് എങ്ങനെയായിരുന്നു കാണാൻ നമ്മൾ പഠിച്ചിട്ടില്ലായിരുന്നു, +1 പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. ഓക്കെ, എടാ ഞാനൊരു എളുപ്പ വഴി പറഞ്ഞട്ടെ. 3 കോഴ്സ് ടോസ് ചെയ്യുക, അല്ലെങ്കിൽ ഒരു കോഴ്സ് 3 വട്ടം ടോസ് ചെയ്യുമ്പോൾ സാമ്പിൾ സ്പേസ് കിട്ടാനുള്ള ഒരു എളുപ്പ വഴി ഞാൻ പറഞ്ഞു തരട്ടെ. നോക്കിടാ, ആദ്യം എല്ലാം ഹെഡാകും. എല്ലാം ഹെഡ് ഏതൊക്കെയാവാം? ഓക്കെ, എച്ച് വരാം, 3ഉം എച്ച് എല്ലാം ഹെഡായി. ഇത് 2 ഹെഡിൽ വയ്ക്കാൻ നോക്കി. ഹെഡ് ടെയിൽ 2 ഹെഡായില്ലേ. പിന്നെ നോക്കി ഹെഡ് ടെയില് ഹെഡ് വരാം. പിന്നെ നോക്കി ടെയില് ഹെഡ് വരാം. അപ്പൊ 2 ഹെഡിൽ എഴുതിയിട്ടല്ലോ. 3 ഹെഡിൽ എഴുതി, 2 ഹെഡിൽ എഴുതി. ഇനി ഒരു ഹെഡിൽ എഴുതാം. എത്ര എഴുതും? താഴ്ത്തിക്ക് തന്നെ ഒരു ഹെഡുള്ളത്. ഹെഡ് ടെയില് അല്ലേ. ടെയില് ഹെഡ് ടെയില് ഹെഡ്. അപ്പം 3 എഴുതി, 2 എഴുതി, 1 എഴുതി. ഇനി ഹെഡ് ഇല്ലാത്തത് ഏതാ ഹെഡ് ഇല്ലാത്തത്? ടെയില്. ഓക്കെ, ഈസി ആയിട്ട് എഴുതിയോ? ഇനി കൺഫ്യൂഷൻ ഉണ്ടാവില്ല. ഇങ്ങനെ ഈസി ആയിട്ട് നിങ്ങൾ ചെയ്യണം. നമ്മൾ സാമ്പിൾ സ്പേസ് ആദ്യം എഴുതി. ഇനി നമുക്ക് ഇവന്റ് ഇയും എഫും നമ്മൾ എഴുതുന്നു. നോക്കിയേ, ഈ ഞാൻ എഴുതുന്നു. നോക്കടാ, ഹെഡ് ഓൺ തേർഡ് ടോസ്. 3ാമത്തെ ടോസിൽ ഹെഡ് കിട്ടണം അല്ലേ. 3ാമത്തെ ടോസിൽ ഹെഡ് നോക്കി, സാമ്പിൾ സ്പേസ് നോക്കി ഏതൊക്കെയാ വരാ? ഇത് വരുമല്ലോ. 3ാം ടോസിൽ ഹെഡ് വരും. ഇത് വന്നേ, ഇവിടെ വന്നു. 4 നല്ലേ, 4 എഴുതിക്കോ. നോക്കി ഹെഡ് ടെയില് ഹെഡ്. 3ാമത്തെ ടോസിൽ ഹെഡ് കിട്ടുന്ന 4 എണ്ണം നമുക്ക് കിട്ടിയല്ലോ. നോക്കിയേ, എഫ് എന്താ? ഹെഡ്സ് ഓൺ ഫസ്റ്റ് 2 ടോസസ് അല്ലേ. ആദ്യത്തെ 2 ടോസസിൽ എന്ത് വേണം? ഹെഡ് വേണം. നോക്കിയേ, എഫ് ഏതൊക്കെയാണ് സാമ്പിൾ സ്പേസ് നോക്കി. ആദ്യത്തെ 2 എണ്ണത്തിൽ നോക്കി, ഇവിടെ ഒന്നുണ്ട്. വേറെ ഇല്ലല്ലേ. നോക്കി അത് എഴുതിയെടുത്തോ. ഹെഡ് ഓക്കെ, ഹെഡ് ടെയിൽ. ഇനി ഇല്ലല്ലോ. ആദ്യത്തെ 2 ടോസസിൽ ഹെഡ് ഇനിയില്ലല്ലോ. 2 ആയി. നമ്മൾ സാമ്പിൾ സ്പേസും എഴുതി, ഇയും എഴുതി, എഫും എഴുതിയില്ലടാ. ഇനി നമുക്ക് എന്താ വേണ്ടി? നമുക്ക് പി ഓഫ് ഇ ഗിവൺ എഫ് വേണം അല്ലേ. അപ്പൊ അതിന് മുന്നേ നമുക്ക് എന്ത് കാണണം? ഈ ഇന്റർസെക്ഷൻ എഫ് കാണണം. ഓക്കെ, ഈ ഇന്റർസെക്ഷൻ എഫ് എന്ന് പറഞ്ഞാൽ ഈ അല്ല ആൻഡ് എഫ് അല്ലെ. ഇയിലും എഫിലും ഉണ്ടാവണം, നിർബന്ധമായിട്ടും ഉണ്ടാവണം. ഇതിലെഴുതിക്കുക ഇയിലും എഫിലും ഉള്ളത്. ഇതെങ്ങനെയാണ് ഇന്റർസെക്ഷൻ കാണാനുള്ള പോയി എന്താ? അത് ചെറുത് നോക്കുക. ചെറുത് നോക്കിയിട്ട് അത് വലുതിലുണ്ടോ നോക്കിയാൽ മതി. ഓക്കെ, ചെറുത് ഹെഡ് അല്ലേ. ഈ ഹെഡ് ഇതിലുണ്ടോ? ഉണ്ടല്ലോ. ഹെഡ് ഈ ഹെഡ് ടെയില് ഇതിലെ ഹെഡ് നോക്കിയ എഫില് ഇതിലുണ്ടോ? മുകളിലുണ്ടോ? ഇല്ലല്ലോ. അപ്പം ഈ ഇന്റർസെക്ഷൻ എഫ് എന്താ? ഇത് മാത്രമേ ഉണ്ടാവുള്ളൂ. ഓക്കെ, നമ്മൾ എന്ത് ചെയ്തു? ആദ്യം സാമ്പിൾ സ്പേസ് കണ്ടു, പിന്നെ ഇയും ചെയ്തു, എഫും കണ്ടു, സെറ്റാക്കി എഴുതി, പിന്നെ ഈ ഇന്റർസെക്ഷൻ എഫും നമ്മൾ സെറ്റാക്കി എഴുതി. ഓക്കെ അല്ലേ? ഇനി നമുക്ക് നമ്മുടെ ആൻസറിലേക്ക് പോയാലോ? നോക്കാം. ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ പി ഓഫ് ഇ ഗിവൺ എഫ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരുന്നു ഇക്വേഷൻ? എന്തായിരുന്നു? പി ഓഫ് ഇ ഇന്റർസെക്ഷൻ എഫ് ഡിവൈഡഡ് ബൈ പി ഓഫ് എഫ് അല്ലെ. താഴെ വരുന്നത് പി ഓഫ് എഫ്, താഴെ വരുന്നത് എഫ് ആണ്. അപ്പം പി ഓഫ് എഫ് ആയിരിക്കും. ഓക്കെ, ഇതെങ്ങനെ കാണാം? ഓക്കെ, അതായത് പി ഓഫ് ഇ ഇന്റർസെക്ഷൻ എഫ് എന്തായിരുന്നു? എങ്ങനെ നമുക്ക് കാണാൻ പറ്റും? അങ്ങനെ ആദ്യം ഫസ്റ്റ് എന്ന് പറയുന്നത് പി ഓഫ് എഫ് എന്ന് പറഞ്ഞെങ്കിൽ എന്തായിരിക്കും? എൻ ഓഫ് എഫ് ബൈ
എൻ ഓഫ് എസ് ആയിരിക്കില്ലേ അല്ലേ? അപ്പം പി ഓഫ് ഇ ഇന്റർസെക്ഷൻ എഫ് എന്തായിരിക്കും? എൻ ഓഫ് ഇ ഇന്റർസെക്ഷൻ എഫ് ഡിവൈഡഡ് ബൈ എൻ ഓഫ് എന്ത് വരും? എസ് വരും അല്ലേ? എസ് ആണേ. നോക്കാം, എൻ ഓഫ് ഇ ഇന്റർസെക്ഷൻ എഫ് ബൈ എൻ ഓഫ് എസ് വരും. ഓക്കെ ആണല്ലോ? ഓക്കെ, എൻ ഓഫ് ഇ ഇന്റർസെക്ഷൻ എഫ് അല്ല, ഇ ഇന്റർസെക്ഷൻ എഫിൽ എത്ര എലമെന്റ്സ് ഉണ്ട്? ഇവിടെ ഒരേ ഒരു എലമെന്റ് അല്ലോ. ഓക്കെ, എന്ത് വരും? 1 വരും. 1 ബൈ എൻ ഓഫ് എസ്, നമ്പർ ഓഫ് സാമ്പിൾ സ്പേസ് എത്ര അവിടെ? 8 എണ്ണം അല്ലേ? 1/8 വന്നു. ഓക്കെ, സിമ്പിൾ അല്ലേ? നോക്കി, ഈ നമുക്ക് എന്താ കാണണ്ടേ? പി ഓഫ് എഫ് കാണണം അല്ലേ? നമ്മൾ ഇത് കണ്ടു, ഇനി പി ഓഫ് എഫ് കാണണം. പി ഓഫ് എഫ് എന്തായിരിക്കും? എൻ ഓഫ് എഫ് ഡിവൈഡഡ് ബൈ എൻ ഓഫ് എസ് ആയിരിക്കുമല്ലോ. നോക്കിയേ, എൻ ഓഫ് എഫ് നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ എഫ് എത്രടാ? 2 ആണ്. ബൈ എൻ ഓഫ് എസ് നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ സാമ്പിൾ സ്പേസ് എത്രടാ? 8 ആണ്. 2/8 കിട്ടി. നോക്കി, നമുക്ക് വേണ്ട 2 എണ്ണം കിട്ടി. അപ്പം പി ഓഫ് ഇ ഗിവൺ എഫ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? നോക്കിയേ, പി ഓഫ് എൽ ഇന്റർസെക്ഷൻ എഫ് അല്ല കിട്ടിയത്? 1/8 ഡിവൈഡഡ് ബൈ പി ഓഫ് എഫ് അത് കിട്ടി 2/8 അല്ലേ? അപ്പോൾ ഈ 8ഉം 8ഉം ക്യാൻസൽ ആയി പോയിട്ടുണ്ടെങ്കിൽ എന്ത് കിട്ടും? 1/2 ആൻസർ കിട്ടും. എന്ത് സിമ്പിളോ നോക്കിയടാ, ഈസി ആയിട്ട് നമ്മൾ ചെയ്തില്ലേ? ഇതേപോലെ തന്നെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ടാവട്ടെ മക്കളെ, നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയാലോ? നീങ്ങാം. ഓക്കെ, എ ബ്ലാക്ക് ആൻഡ് റെഡ് ഡൈസ് ആർ റോൾഡ്. 2 ഡൈസ് ആണേ. ഫൈൻഡ് ദി conditional probability of obtaining a number greater than 9 given that the black die resulted in a 5. ഓക്കെ, സെറ്റ് അല്ലേ? അത് ബ്ലാക്കും റെഡും ഡൈസ് റോ ചെയ്യുന്നുണ്ട്. ഫൈൻഡ് ദി കണ്ടീഷണൽ പ്രോപ്പർട്ടി നമുക്ക് കാണേണ്ടത് ഒബ്റ്റെയിൻ എ സം ഗ്രേറ്റർ ദാൻ 9. അതായത് നമ്മൾ ഫസ്റ്റ് ഇവന്റ് എടുക്കും. ഓക്കെ, ഇവന്റ് ഇ എടുക്കാന്ന്. എന്താ പറഞ്ഞേ? സം ഗ്രേറ്റർ ദാൻ 9. സം ഗ്രേറ്റർ ദാൻ 9 ആക്കിയാലോ? ഓക്കെ, അടുത്ത എഫ് ഇവന്റ് എടുക്കുന്നേ. ഓക്കെ, എന്താ പറഞ്ഞത്? ഗിവൻ ദാറ്റ് ദി ബ്ലാക്ക് ഡൈ റിസൾട്ടഡ് ഇൻ എ 5. ബ്ലാക്ക് എന്തായിരിക്കണം? 5 ആയിരിക്കണം. ഇതാണ് 2 കണ്ടീഷൻസ്, 2 ഇവന്റ് അവർ തന്നത് ഇല്ലേ? ഈ നമുക്ക് കാണേണ്ടത് എന്താണ്? കണ്ടീഷണൽ പ്രോബബിലിറ്റി ആണ്. മക്കളെ, ഞാൻ ചോദിക്കുന്നു, നമുക്ക് ഇതിൽ പി ഓഫ് ഇ ഗിവൺ എഫ് ആണോ പി ഓഫ് എഫ് ഗിവൺ ഇ ആണോ കാണേണ്ടത്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഏതാണ് കാണേണ്ടത്? ഞാൻ പറഞ്ഞു ആദ്യമായിട്ട് കഴിഞ്ഞ കാര്യമാണ് താഴെ വരേണ്ടത്. നിങ്ങളോട് പറഞ്ഞിട്ടില്ലേ? ഇവിടെ ഗിവൻ ദാറ്റ് അണ്ടർലൈൻ ചെയ്ത് നോക്കിയേ. ഗിവൻ ദാറ്റ് എന്ന് പറഞ്ഞു വരുന്ന ഇവന്റ് താഴെ വരണം നിർബന്ധമായിട്ടും. ഇവിടെ ഗിവൻ ദാറ്റ് നമ്മൾ ഏതാ എടുത്തത്? എഫ് എല്ലാവരും എടുത്തത്. അപ്പോൾ എന്താ നമുക്ക് വേണ്ടത്? പി ഓഫ് ഇ ഗിവൻ എഫ് ആണ് വേണ്ടത്. മക്കളെ മനസ്സിലായില്ലേ? ഓക്കെ, ഒന്നുകൂടി പറഞ്ഞാലേ, ഗിവൻ ദാറ്റ് വരുന്നത് താഴെ വരണം. ഓക്കെ, അപ്പോൾ നമുക്ക് കാണാം. ഇതിൽ സാമ്പിൾ സ്പേസ് എന്താ വരിക? സാമ്പിൾ സ്പേസ് ഒരുപാട് വരില്ല. എന്ത് വരും? എങ്ങനെയൊക്കെ വരും? 2 പൈസ വരുന്നത്. 1 വരാം, 1 2 വരാം, 1 3, 1 4, 1 5, പിന്നെ 1 6 അല്ലേ? അതേപോലെ 2 1 വരാം. ഇങ്ങനെ 2 2 2 2 6 വരാം. ഇങ്ങനെ താഴെ വന്ന് 6 1 വരാം. ഇങ്ങനെ പോയി 6 6 വരാം. അതായത് ടോട്ടലായിട്ട് അതായത് എൻ ഓഫ് എസ് എന്ന് പറഞ്ഞെങ്കിൽ 36 ഉണ്ടാവും അല്ലേ? 36 എലമെന്റ്സ് ഉണ്ടാവും. ഇതൊന്നും ഇങ്ങനെ എഴുതേണ്ട ആവശ്യമില്ല കേട്ടോ. നമുക്ക് പറയാം, നമുക്ക് സാമ്പിൾ സ്പേസ് ഇല്ലാണ്ട് തന്നെ നമുക്ക് എടുക്കാനുള്ള ഐഡിയ ഞാൻ പറയാം. ഓക്കെ, നമുക്കിനി ഇയും എഫും സെറ്റിലേക്ക് ആകാം. നോക്കി, ഇ എന്ന് പറഞ്ഞാൽ നോക്കിയേ, സം ഗ്രേറ്റർ ദാൻ 9 ആണ് പറഞ്ഞത്. 2 ഡൈസ് നമ്മൾ റോൾ ചെയ്യുമ്പം സം ഗ്രേറ്റർ ദാൻ 9 കിട്ടുമ്പോൾ ഏതൊക്കെ അറിയും? 1ഉം പിന്നെ ഇതിന് പറ്റുമോ? 1 മാക്സിമം പോയാൽ 6 വരും. 1 6 7 അല്ലടാ. 2 പറ്റുമോ? 2 മാക്സിമം പോയാൽ 6 വരും. 2 6 8 ആണ്. 3ഉം 6ഉം 9 ആണ്. അത് പറ്റില്ല. 9 ഗ്രേറ്റർ ദാൻ ആയിരിക്കണം അല്ലേ? അപ്പൊ എന്ത് ചെയ്യാം? 4 നമുക്ക് തുടങ്ങേണ്ടി വരും. 4 5 ഗ്രേറ്റർ ദാൻ 9 ആണോ? അല്ല, ഈക്വൽ ടു 9 ആണ്. അപ്പോൾ അത് പറ്റുമോ? ഇല്ല. 4 6 വരണം അല്ലേ? 4 6 വന്നേ. അടുത്ത വരും 5ഉം എന്ത് വരാം? 5ഉം വരാം. 5ഉം 6ഉം വരാം. നോക്കിയേ, 6ഉം 4ഉം വരാം. 6 5 വരാം. 6 6 വരാം അല്ലേ?
ഓക്കെ, എല്ലാം ഇങ്ങനെ എഴുതിയതെല്ലാം ഗ്രേറ്റർ ദാൻ 9 അല്ലേ? ഒന്ന് കൂട്ടി നോക്കി നിങ്ങളല്ലേ, ഗ്രേറ്റർ ദാൻ 9 ആണ്. ഓക്കെ, അത് നോക്കി എഫ് നമുക്ക് എഴുതാം. എഫ് എഴുതാം. എഫ് എന്താ പറഞ്ഞേ? ബ്ലാക്ക് അല്ലെ? ബ്ലാക്ക് ആണ്. റിസൾട്ട് ഇൻ F5 5ൽ തുടങ്ങണം. അതായത് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ക്വസ്റ്റ്യൻ നോക്കിയേ, ബ്ലാക്ക് ആൻഡ് റെഡ് ഡൈസ. ആദ്യം ഏതാ? ബ്ലാക്ക് ആണ് ആദ്യം വരുന്നത്, പിന്നെയാണ് റെഡ് വരുന്നത്. അപ്പൊ എങ്ങനെയാണ് സെറ്റ് വരിക നോക്കി? ബ്ലാക്ക് കോമ റെഡ് അല്ലേ? ഫസ്റ്റ് ബ്ലാക്ക് അല്ലേ വരുന്നത്? ഓക്കെ, അപ്പൊ നമുക്ക് എഫ് അല്ല പറഞ്ഞേ, ബ്ലാക്ക് 5 ആവണം അല്ലേ? ബ്ലാക്ക് 5 ആണെങ്കിൽ ആദ്യം 5 വരണം. അതായത് 5 1 വന്നൂടെ? ഫസ്റ്റ് ബ്ലാക്ക് 5 വന്നു. ഓക്കെ, 5 2 വന്നൂടെ? 5 3 വരാം, 5 4 വരാം, 5 വരാം, ലാസ്റ്റ് 5 6 വരാം. ഓക്കെ അല്ലടാ? സിമ്പിൾ അല്ലേ? റെഡി? ഓക്കെ, 2 ഇവന്റും നമ്മൾ സെറ്റിലേക്ക് ആക്കി അല്ലേ? നമ്പർ ഓഫ് സാമ്പിൾ സ്പേസ് 36 നമുക്ക് കിട്ടി. ഈ നമ്മൾ എന്താ കണ്ടി? നമുക്ക് പ്രോബബിലിറ്റി ഓഫ് ഇ ഗിവൺ എഫ് ആണ് കണ്ടി. എഫ് ഗിവൺ ഇ അല്ല, ഇ ഗിവൺ എഫ് ആണ് കണ്ടി. നമുക്ക് ഇക്വേഷൻ നോക്കി നമുക്കറിയാം, പ്രോബബിലിറ്റി ഓഫ് ഇ ഗിവൺ എഫ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? പ്രോബബിലിറ്റി ഓഫ് ഇ ഇന്റർസെക്ഷൻ എഫ് ഡിവൈഡഡ് ബൈ താഴെതറ പി ഓഫ് എഫ് ആണ് അല്ലേ? അപ്പൊ നമുക്ക് എന്ത് വേണം? ഇ ഇന്റർസെക്ഷൻ എഫ് കാണണം ഇല്ലേ? എടാ ഇതിൽ ഇ ഇന്റർസെക്ഷൻ എഫ് നോക്കിയേ, ഞാൻ പറഞ്ഞു നോക്കി ചെറുത് വരിക എൻ്റെ സെയിം അല്ലേ? അപ്പൊ നോക്കി എടാ 5ൽ തുടങ്ങുക. എഫ് ഓക്കെ എല്ലാം 5ൽ പറഞ്ഞു. അപ്പൊ ഇതിൽ 5ൽ തുടങ്ങുന്നതല്ലേ എന്തിന് ഇന്റർസെക്ഷൻ ഉണ്ടാവുള്ളൂ? ഇതിൽ ഏതൊക്കെയാ 5 തുടങ്ങുന്നത്? 5 ഉണ്ട്, 5 6 ഉണ്ട്. അപ്പം ഈ ഇന്റർസെക്ഷൻ എഫ് എഴുതിയായിരിക്കും 5 6ഉം എന്ത് ചെയ്യണം? 5 5 അല്ലേ? ഇതല്ലല്ലോ അല്ലേ? 5 5ഉം 5 6ഉം. ഓക്കെ, ഇതല്ലോ. അപ്പൊ ഈ ഇന്റർസെക്ഷൻ എഫ് നമുക്ക് 2 കിട്ടിയേ. ഈ നോക്കിയേ, നമുക്ക് പി ഓഫ് ഇ ഇന്റർസെക്ഷൻ എഫ് കാണണം. എന്തായിരുന്നു ഇക്വേഷൻ? എൻ ഓഫ് ഇ ഇന്റർസെക്ഷൻ എഫ് ഡിവൈഡഡ് ബൈ എൻ ഓഫ് എസ് വരും, ടോട്ടൽ സാമ്പിൾ സ്പേസ് വരും. എൻ ഓഫ് ഇ ഇന്റർസെക്ഷൻ എഫ് എത്രയാണ്? ഓക്കെ, എത്ര ഉണ്ട്? 2 ഉള്ളത്. സാമ്പിൾ സ്പേസ് എത്ര? 36 36 വരും അല്ലേ? ഓക്കെ, അത് അതേപോലെ അവിടെ നിന്നിട്ട്. ഓക്കെ, അടുത്ത നമുക്ക് കാണണം പി ഓഫ് എഫ് കാണണം. പി ഓഫ് എസ് എന്നത് എൻ ഓഫ് എഫ് ഡിവൈഡഡ് ബൈ എൻ ഓഫ് എസ് വരും. എൻ ഓഫ് എഫ് എത്ര ഉണ്ട് എഫ്? ഓക്കെ, 1 2 3 4 5 6 ഉണ്ട് അല്ലേ? ഓക്കെ, 6/36 വന്നേ. അപ്പം ഈ ഇന്റർസെക്ഷൻ എഫും പി ഓഫ് എഫും നമുക്ക് എന്തായാലും കിട്ടി. നമ്മൾ ഇക്വേഷൻ ഇട്ട് കൊടുത്താൽ പോരെ. ഓക്കെ, പി ഓഫ് ഇ ഗിവൺ എഫ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെ വരും? പി ഓഫ് ഇ ഇന്റർസെക്ഷൻ എഫ് എത്രയാടാ? 2/36 ഡിവൈഡ് ബൈ പി ഓഫ് ഓക്കെ എന്താണ്? പി ഓഫ് എഫ് അല്ല? പി ഓഫ് എത്ര? 6/36. ഈ 36ഉം 36ഉം ക്യാൻസൽ ആയി പോയാൽ 2/6 വരും. എത്രയാ? 1/3. ആൻസർ കിട്ടി. സിമ്പിൾ അല്ലേ? ഓക്കെ അല്ലേ? ഓക്കെ, അപ്പം നമ്മൾ എന്ത് ചെയ്യുന്നു? ഇവന്റ് ഇയും എഫും സെറ്റാക്കിയിരുന്നു. ഈ ഇന്റർസെക്ഷൻ എഫ് കാണുന്നു, പി ഓഫ് ഇ ഗിവൺ എഫ് കാണുന്നു. സിമ്പിൾ ക്വസ്റ്റൻ അല്ലേ? ഇനി നോക്കിയേ, നമുക്ക് അടുത്ത പോയിന്റിലേക്ക്, അടുത്ത കൺസെപ്റ്റിലേക്ക് നമുക്ക് പോകേണ്ടതുണ്ട്. നോക്കാം. അതാ ഓക്കെ, ശ്രദ്ധിച്ചിരിക്കണം. നമ്മൾ ഇപ്പം പഠിച്ചു പി ഓഫ് എ ഗിവൺ ബി എന്ന് പറഞ്ഞാൽ പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി ഡിവൈഡഡ് ബൈ പി ഓഫ് ബി ആണെന്ന് പഠിച്ചു. ഇതിൽ എനിക്ക് പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി എന്ന് ഞാൻ നോക്കേ. നോക്കി, പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്രോസ് മൾട്ടിപ്ലൈ നമുക്ക് കിട്ടുക പി ഓഫ് ബി ഇൻറ്റു പി ഓഫ് എ ഗിവൺ ബി കിട്ടല്ലോ. ഓക്കെ അല്ലേ? ഇതേപോലെ തന്നെ നമുക്ക് പി ഓഫ് ബി ഗിവൺ എ എന്തായിരിക്കും? പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി അല്ലെങ്കിൽ ബി ഇന്റർസെക്ഷൻ ബി, രണ്ടും സെയിം അല്ലേ? എ ഇന്റർസെക്ഷൻ ബി ഡിവൈഡഡ് ബൈ പി ഓഫ് എ വന്നു. അപ്പോൾ ഞാൻ മാറ്റി ചെയ്തിട്ട് പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി എന്ന് പറഞ്ഞാൽ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ പി ഓഫ് എ ഇൻറ്റു പി ഓഫ് ബി ഗിവൺ എ ആയില്ലേ? നോക്കിയടാ, ഇതാണ് എന്ത്? മൾട്ടിപ്ലിക്കേഷൻ തിയറം ഓൺ പ്രോബബിലിറ്റി എന്ന് പറഞ്ഞാൽ. പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി എന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ പി ഓഫ് ബി ഇൻറ്റു പി ഓഫ് എ ഗിവൺ ബി, അല്ലെങ്കിൽ പി ഓഫ് എ ഇൻറ്റു പി ഓഫ് ബി ഗിവൺ എ വരും. ഓക്കെ, ഇതിന് നമുക്ക് കണ്ടീഷണൽ പ്രോബബിലിറ്റി ഉണ്ട് അല്ലേ? അതുകൊണ്ട് ഇത് ഡിപ്പെൻഡൻ്റ് ആയിരിക്കും.
അല്ലെ, ഡിപ്പെൻഡ് ആയിരിക്കും. രണ്ട് ഇവരും ഡിപ്പെൻഡ് ആയിരിക്കും. നമുക്ക് വേണ്ട ഇത് വെച്ചിട്ടുള്ള പ്രോബ്ലംസ് ഉണ്ട്, അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. പക്ഷേ നമുക്ക് വേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഇൻഡിപെൻഡൻ്റ് ആണ്, ഇൻഡിപെൻഡൻറ്റ് ഈവൻറ്റ്. ഓക്കെ മക്കളെ, ഇൻഡിപെൻഡൻറ്റ് ഈവൻ്റ് ആവുമ്പോൾ എന്തെങ്കിലും കണ്ടീഷൻ ഉണ്ടാവുമോ? നമ്മൾ നേരത്തെ ഒരു ബിരിയാണി കഴിച്ചില്ലേ, ഒരു ഹോട്ടലിൽ പോയിട്ട് നിങ്ങൾക്ക് പിറ്റേ ദിവസം വേറൊരു സ്ഥലത്ത് പോയിട്ട് സദ്യ കഴിക്കാം, എന്തെങ്കിലും ബന്ധം ഉണ്ടാവും? ഒരു ബന്ധമില്ല അല്ലേ? നിങ്ങൾ അവിടെ ഇത് മോശം ആയിക്കോട്ടെ നല്ലതായിക്കോട്ടെ ഒരു ബന്ധമില്ല, ഞാൻ ഇവിടെ പോയിട്ട് സദ്യ കഴിക്കുക. അതാണ് ഇൻഡിപെൻഡൻറ്റ് ഈവൻറ്റ്. രണ്ട് ഈവൻറ്റും തമ്മിൽ യാതൊരു ബന്ധവും ഉണ്ടാവില്ല. അപ്പം ശ്രദ്ധിക്കേണ്ട വെച്ചിട്ടുണ്ടെങ്കിൽ പി ഓഫ് എ ഗിവൺ ബി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഇൻഡിപെൻഡൻറ്റ് ഈവൻ്റ് ആകുമ്പം പി ഓഫ് എ ആയിരിക്കും. ശ്രദ്ധിക്കുക. ഓക്കെ, പി ഓഫ് ബി ഗിവൺ എ എന്തായിരിക്കും? പി ഓഫ് എന്താ ബി ആയിരിക്കും. രണ്ടും ഇമ്പോർട്ടൻ്റ് മക്കളെ, വളരെ ഇമ്പോർട്ടൻ്റ്, നമുക്ക് ആവശ്യമുള്ള സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇൻഡിപെൻഡൻറ്റ് ഇവൻ്റ് ആണെങ്കിൽ ഓക്കെ ഇത് എങ്ങനെ മാറും? പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി എന്ന് പറഞ്ഞാൽ പി ഓഫ് എ ഇൻറ്റു പി ഓഫ് ബി. നമുക്ക് ഡയറക്റ്റായിട്ട് എഴുതിക്കൂടാ മക്കളെ അല്ലേ? ഇതായിരിക്കും പി ഓഫ് ബി എന്ന് മാറും. അതായത് പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി എന്ന് പറഞ്ഞെങ്കിൽ പി ഓഫ് എ ഇൻറ്റു പി ഓഫ് ബി ആയിരിക്കും എപ്പോൾ? ഇൻഡിപെൻഡൻറ്റ് ഈവൻസ് ആവുമ്പോൾ. ഈ ക്വസ്റ്റ്യൻസ് ഷുവർ ഷോർട്ടാണ്, എന്തായാലും വരും. ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരാൻ കണ്ടീഷൻ പ്രോബിലിറ്റി വരാൻ ചാൻസ് ഉണ്ട്, അതിന് പ്രോബിലിറ്റി കുറച്ച് കുറവാണ്. ഇതിൻ്റെ പ്രോബിലിറ്റി 100%, അതായത് 1 ആണ്. നമുക്ക് ഇൻഡിപെൻഡൻറ്റ് ഈവൻസ് എന്തായാലും ക്വസ്റ്റ്യൻ വരും. സിമ്പിൾ അല്ലേ, ഒന്നുമില്ല. പി ഓഫ് എ ഇൻറ്റു ബി എന്ന് പറഞ്ഞാൽ പി ഓഫ് എ ഇൻറ്റു പി ഓഫ് ബി ആണ്. ക്വസ്റ്റ്യൻസിലേക്ക് പോയാലോ നോക്കാം. ഓക്കേടാ, അപ്പോൾ ഇൻഡിപെൻഡൻറ്റ് ഈവൻസിൻ്റെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ നമ്മൾ ഇക്വേഷൻ പഠിച്ചു. അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്യാൻ പോകണം. ഓക്കെ, ലെറ്റ് ഇ ആൻഡ് എഫ് ബി ഇവൻസ് വിത്ത് പി ഓഫ് ഇ ഈക്വൽ ടു 3/5. പി ഓഫ് ഇ 3/5 ആണ്. പി ഓഫ് എഫ് എന്ന് പറഞ്ഞാൽ 3/10 ആണ്. ആൻഡ് പി ഓഫ് ഇ ഇന്റർസെക്ഷൻ എഫ് എന്ന് പറഞ്ഞാൽ 1/5 ആണ്. ആർ ഇ ആൻഡ് എഫ് ഇൻഡിപെൻഡൻറ്റ്? ഇയും എഫും ഇൻഡിപെൻഡൻറ്റ് ആണോ എന്നാണ് നമ്മൾ ചോദിച്ചത്. ഇയും എഫും ഇൻഡിപെൻഡൻറ്റ് ആണെങ്കിൽ എന്തായത് കൂടെ വരാ? കണ്ടീഷൻ എന്താ? പി ഓഫ് ഇ ഇന്റർസെക്ഷൻ എഫ് എന്ന് പറഞ്ഞെങ്കിൽ പി ഓഫ് ഇ ഇൻറ്റു പി ഓഫ് എഫ് അല്ലായിരുന്നു. നേരത്തെ എയും ബി ആണ്, നമ്മൾ ഇയും എഫ് ആണ് ഇവിടെ എടുത്തത് അല്ലേ? പി ഓഫ് ഇ ഇന്റർസെക്ഷൻ എഫ് എന്ന് പറഞ്ഞാൽ പി ഓഫ് ഇ ഇൻറ്റു പി ഓഫ് എഫ് ആയിരിക്കും. നോക്കി, പി ഓഫ് ഇ ഇന്റർസെക്ഷൻ എത്ര നമുക്ക് ഇവിടെ തന്നെ 1/5 തന്നിട്ടുണ്ടല്ലോ. ഓക്കെ, പി ഓഫ് ഇ ഇൻറ്റു പി ഓഫ് എഫ് എത്രയായിരിക്കും? എത്ര വന്ന് 3/5 ഇൻറ്റു 3/10. 3/10 എത്ര വരാം? 9/50 വരും അല്ലേ? 9/50 വരും. 1/5 9/50 സെയിം ആണോ? പി ഓഫ് ഇ ഇന്റർസെക്ഷൻ ബി പി ഓഫ് ഇ ഇൻറ്റു പി ഓഫ് എഫ് സെയിം ആണോ? സെയിം അല്ല. ഓക്കെ, പി ഓഫ് ഇ ഇന്റർസെക്ഷൻ എഫ് നോട്ട് ഈക്വൽ ടു പി ഓഫ് ഇ ഇൻറ്റു പി ഓഫ് എഫ് ആണ്. അതുകൊണ്ട് ഇത് എന്താണ്? ഇത് നോട്ട് ഇൻഡിപെൻഡൻ്റ് അല്ലേ? അതായത് ഇ ആൻഡ് എഫ് ആർ നോട്ട് ഇൻഡിപെൻഡൻറ്റ്. ഇങ്ങനെ തന്നെ എഴുതണേ. ഓക്കെ, ഇങ്ങനെ തന്നെ എഴുതിയെങ്കിൽ നമുക്ക് ആൻസറായി. സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലടാ, എത്ര സിമ്പിൾ അല്ലേ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ പോയല്ലോ. ലെറ്റ് എ ആൻഡ് ബി ആർ ഇൻഡിപെൻഡൻറ്റ് ഇവൻസ് വിത്ത് പി ഓഫ് എ ഈക്വൽ ടു 0.3 and P of B equal to 0.4. Find P of A intersection B, P of A union B, P of A given B, P of B given A. ചെയ്തോക്കിയല്ലോ, സിമ്പിൾ ആദ്യം. ഓക്കെ, നമുക്കറിയാം പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി ഇൻഡിപെൻഡൻറ്റ് ഇവൻ്റ് അല്ലടാ. ഇൻഡിപെൻഡൻറ്റ് ഇവൻ്റ് ആകുമ്പോൾ പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി എന്താ? പി ഓഫ് എ ഇൻറ്റു പി ഓഫ് ബി. ഇനി പറക്കില്ല നിങ്ങൾ പി ഓഫ് എ ഇൻറ്റു പി ഓഫ് ബി വരും അല്ലേ? ഇവിടെ പി ഓഫ് എ എത്ര നോക്കി? 0.3 ഇൻറ്റു പി ഓഫ് ബി എത്രയാ? 0.4. എത്ര വരും? 0.12 വരും. കാൽക്കുലേറ്റർ ഓക്കെ, അത് ഉപയോഗിച്ചാൽ മതി. ഓക്കെ, 0.12 നമുക്ക് കിട്ടിയല്ലോ. ഫസ്റ്റ് ആൻസർ ആയോ? ആയില്ലേ? രണ്ടാം നോക്കിയേ, സോറി, പി ഓഫ് എ യൂണിയൻ ബി. ഞാൻ ഫസ്റ്റ് പഠിച്ചു, നമ്മൾ +1 പഠിച്ച കാര്യം നമ്മൾ ഒന്നുകൂടി റീക്യാപ്പ് ചെയ്യുന്നു. പി ഓഫ് എ യൂണിയൻ ബി എന്തായിരുന്നു? പി ഓഫ് എ പ്ലസ് പി ഓഫ് ബി മൈനസ് എന്തായിരുന്നു? പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി ആയിരുന്നില്ല അല്ലേ? ഓക്കെ, വാല്യൂസ് കൊടുത്ത് പി ഓഫ് എ എത്ര? 0.3
പ്ലസ് 0.b എത്തുക 0.4 മൈനസ് എത്ര വരും 0.12. ഇത് എവിടെ നിന്ന് കിട്ടി? നമുക്ക് ഇവിടെ നിന്ന് കിട്ടിയതില്ലേ, അത് നമ്മൾ ഇവിടെ കൊണ്ട് ഇട്ടു. എത്ര കിട്ടും? 0.7 മൈനസ് 0.12 0.58 അല്ലേ? ഇത് കിട്ടാം. കാൽക്കുലേറ്റർ ഒന്ന് ചെക്ക് ചെയ്യണേ. ഓക്കെ, അപ്പോൾ പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബിയും പി ഓഫ് എ യൂണിയൻ ബിയും നമ്മൾ ഈസി ആയിട്ട് കണ്ടു. ഓക്കെ, സെറ്റാണേ. ഇത് നോക്കിയാൽ പി ഓഫ് എ ഗിവൺ ബി ഒറ്റ സ്റ്റെപ്പിൽ ആൻസർ. എല്ലാവരും പോയിട്ട് നമ്മൾ മറ്റേ ഇക്വേഷനൊക്കെ വെച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ഓക്കെയാണ്. പക്ഷേ നമ്മൾ ഒറ്റ സ്റ്റെപ്പിൽ ആൻസർ ചെയ്യാൻ പോകണം. നോക്കി, ഇൻഡിപെൻഡന്റ് ഇവന്റ് ആണെങ്കിൽ പി ഓഫ് എ ഗിവൺ ബി എന്തായിരുന്നടാ? ഓർമ്മണ്ടോ? പി ഓഫ് എ ആടാ. ഇവിടെ കണ്ടീഷൻ ഉണ്ടോ? ബിരിയാണിയും സബ്ജി തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? ഒരേ ബന്ധമില്ലേ. പി ഓഫ് എ ഗിവൺ ബി എന്ന് പറഞ്ഞാൽ പി ഓഫ് എ ആണ്. അത് എത്ര നമുക്ക് ഓൾറെഡി കിട്ടിയിരുന്നു. അപ്പൊ തന്നിട്ടുണ്ടല്ലോ എത്ര? 0.3. ആൻസർ ഞാൻ ഡയറക്റ്റ് ആയിട്ട് 0.3 തന്നു. സിമ്പിൾ അല്ലേ? അടുത്ത് നോക്കിയേ, പി ഓഫ് ബി ഗിവൺ എ ആണ് നമ്മൾ ചോദിച്ചത്. ഇൻഡിപെൻഡന്റ് ഗിവൺ ആണെങ്കിൽ പി ഓഫ് ബി ഗിവൺ എ എന്താ പറയാ? പി ഓഫ് ബി ആയിരിക്കും അല്ലേ? നമുക്ക് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് തന്നിട്ടുണ്ട് 0.4. എത്ര സിമ്പിളാ അല്ലേ? 4 മാർക്കുള്ള 3 മാർക്ക് എത്രയാണ്? 4 3 എത്ര ആയിക്കോട്ടെ, സിമ്പിളായിട്ട് നമുക്ക് കിട്ടില്ലേ? ഇനി അത് തെറ്റിക്കുള്ളത് ഇതേപോലെ ഈ ക്വസ്റ്റ്യൻ തന്നെ വരുള്ളൂ. ഉറപ്പായിട്ടും ഇതേപോലത്തെ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് വരുള്ളൂ. ഇത് നിങ്ങൾക്ക് ഇനി സിമ്പിൾ അല്ലേ? ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ ചെയ്യാം നമുക്ക്. Events A and B are such that P of A equal to 1/2, P of B equal to 7/12 and P of not A or not B equal to 1/4. State whether A and B are independent. നോക്കാം, കാരണം ഇത് നമുക്ക് തന്നിട്ടുണ്ട്. P of A നമുക്ക് തന്നിട്ടുണ്ട് എത്ര? 1/2. P of B നമുക്ക് തന്നിട്ടുണ്ട് 7/12. ഇതെന്താ സാധനം? P of not A or നോട്ട് ബി. ഇതെന്നാ സാധനം? എന്താ കണ്ടിട്ടില്ലേ? എന്തോ പ്രശ്നമുണ്ടോ? കുഴപ്പമൊന്നും ഇല്ലടാ. നോക്കി, പി ഓഫ് നോട്ട് ഓർ നോട്ട് ബി എന്തിനും കാണാം. എടാ ഓറ് വന്നെന്താ? ഓറ് വന്നതാ? ഓറും ഉണ്ട് ആൻഡും ഉണ്ട്. നോക്കിയടാ, ഓറും ആൻഡും ഇനി ഒന്നും മാറിപ്പോല. ഇനി ഞാൻ പറഞ്ഞുതരാം. എടാ ആൻഡിന് നടുവിൽ എന്താ ഉള്ളത്? ഒരു എൻ അല്ലേ? അത് നമ്മൾ ഇന്റർസെക്ഷനിൽ ഉപയോഗിക്കുക. ആൻഡ് വന്നാൽ ഇന്റർസെക്ഷനും ഓറ് വന്നാൽ യൂണിയനാ. ഇനി മാറോ? ആൻഡിൽ എൻ ഉണ്ടോ? അപ്പോൾ ആൻഡ് വന്നാൽ ഇന്റർസെക്ഷനും ഓറ് വന്നാൽ യൂണിയനാണ്. അപ്പോൾ ഇവിടെ നോക്കി, നോട്ട് എ ഓർ നോട്ട് ബി ആണെന്ന് അല്ലേ? അപ്പോൾ എന്ത് വരും? പി ഓഫ് നോട്ട് എ, അതായത് എ കോംപ്ലിമെന്റ് അല്ലേ? എ കോംപ്ലിമെന്റ് ഓർ വരുമ്പോൾ എന്താ? യൂണിയൻ ബി കോംപ്ലിമെന്റ്. സെറ്റാണോ? ഓക്കെ ആണോ? നോട്ട് എ എന്ന് പറഞ്ഞാൽ എ കോംപ്ലിമെന്റ്, നോട്ട് ബി പറഞ്ഞാൽ ബി കോംപ്ലിമെന്റ്, ഓർ വന്നിട്ടുണ്ടെങ്കിൽ യൂണിയൻ വന്നു. ഡി മോർഗൻസ് ലോ ഫസ്റ്റിന് പറഞ്ഞോ? കഴിഞ്ഞ കൊല്ലം പഠിച്ചോ? എന്തായാലും ഡി മോർഗൻസ് ലോ പി ഓഫ് എ കോംപ്ലിമെന്റ് യൂണിയൻ ബി കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ എന്താ? പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി ഓൾ കോംപ്ലിമെന്റ്. ഡി മോർഗൻസ് ലോ സിമ്പിളാ, നമ്മൾ പഠിച്ച കാര്യം. ഓക്കെ, നോക്കേ, ഇനി പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ് അത് കിട്ടണം. എങ്ങനെ കിട്ടാം? ഞാൻ ഓൾറെഡി ആദ്യം നിങ്ങൾക്ക് പറയുന്നുണ്ട്. പി ഓഫ് എ കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1 മൈനസ് പി ഓഫ് എ അല്ലേ? അപ്പം പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ് അല്ല, ഓൾ കോംപ്ലിമെന്റ് പറഞ്ഞെങ്കിൽ 1 മൈനസ് പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി അല്ലേ? ഓക്കെ അല്ലടാ? കിട്ടില്ലേ? ഇതുവരെ നിങ്ങൾക്ക് ഓക്കെ അല്ലേ? നമുക്ക് എന്താ ചോദിച്ചേ? എ ആൻഡ് ബി ആർ ഇൻഡിപെൻഡന്റ് ആണോ ചോദിച്ചേ? നമുക്ക് എന്തുണ്ട്? പി ഓഫ് നോട്ട് എ ഓർ നോട്ട് ബി ഈക്വൽ ടു 1/4 ഉണ്ട്. നമ്മൾ പി ഓഫ് നോട്ട് എ ഓർ നോട്ട് ബി നമ്മൾ എവിടെ എത്തി? 1 മൈനസ് പി ഓഫ് എ ഇന്റർസെക്ഷൻ ബിയിലേക്ക് എത്തിയില്ലേ? അതായത് 1 മൈനസ് പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ തന്നിരിക്കുന്ന 1/4 അല്ലേ? അല്ലേ മക്കളെ? ഇവിടെ എത്തിച്ചല്ലോ നമ്മൾ. ഈ നോക്കിയ പി ഓഫ് എ എൽസും ബിയിലെ അപ്പുറത്ത് കിട്ടു, 1/4 ഇപ്പുറത്തേക്ക് വന്നു അല്ലേ? അത് 1 മൈനസ് 1/4 എന്ന് പറഞ്ഞെങ്കിൽ പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി ആയല്ലോ. സെറ്റ് അല്ലേ? അങ്ങനെയാണെങ്കിൽ പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി എന്തായിരിക്കടാ? 1 മൈനസ് 1/4 എത്രയാ? 3/4 കിട്ടി. നമുക്ക് പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി കിട്ടി. നമുക്ക് എന്തൊക്കെ അറിയാം? പി ഓഫ് എയും അറിയാം, പി ഓഫ് ബിയും അറിയാം.
ഒരു ഇവന്റ് ഇൻഡിപെൻഡന്റ് ആണെങ്കിൽ പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി എന്നതാ പി ഓഫ് എ ഇൻറ്റു പി ഓഫ് ബി ആണ് അല്ലെ. ഇൻഡിപെൻഡന്റ് ആണെങ്കിൽ ഇന്റർസെക്ഷൻ ബി എന്ന് പറഞ്ഞാൽ പി ഓഫ് എ ഇൻറ്റു പി ഓഫ് ബി ആണ്. നമുക്ക് ഇവിടെ പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി എത്ര കിട്ടിയിട്ടുണ്ട്? 3/4 കിട്ടിയിട്ടുണ്ട് അല്ലെ. പി ഓഫ് എ ഇൻറ്റു പി ഓഫ് ബി എന്ന് കണ്ടു നോക്കിയാലോ എത്ര വരും? നോക്കടാ 1/2 ഇൻറ്റു പി ഓഫ് 1/2 ആണ്. പി ഓഫ് ബി എത്ര 7/12 ആണ്. എത്ര വരും? 7/24 കിട്ടി. പി ഓഫ് എ ഇൻറ്റു പി ഓഫ് ബി 7/24 കിട്ടി. കാരണം നോക്കിയേ പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി എത്രയാ 3/4ഉം എ ഇൻറ്റു ബി എത്രയാ 7/24ഉം. എന്തെങ്കിലും ബന്ധമുണ്ടോ? ഒരു ബന്ധമില്ല. അതുകൊണ്ട് തന്നെ എന്താ പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി നോട്ട് ഈക്വൽ ടു പി ഓഫ് എ ഇൻറ്റു പി ഓഫ് ബി. ഈക്വൽ അല്ലല്ലോ, ഈക്വൽ അല്ല. അതുകൊണ്ട് എ ആൻഡ് ബി ആർ നോട്ട് ഇൻഡിപെൻഡന്റ്. എത്ര പെട്ടെന്നാണ് ചെയ്ത് കഴിഞ്ഞേ നോക്കിയേ. ഇൻഡിപെൻഡന്റ് ഇവന്റ് നിങ്ങൾ ഇനി മറക്കുവോ? ഇനി ഒരു കാരണവശാലും നിങ്ങൾ മറക്കും അല്ലേ. സിമ്പിൾ ആയിട്ട് എല്ലാ ടൈപ്പ് അല്ലേ, ഇതിലൊക്കെ എല്ലാ ടൈപ്പ് കാര്യങ്ങളും ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. കോംപ്ലിമെന്റ് വരുമ്പോഴും ഓർ വരുമ്പോഴും ആൻഡ് വരുമ്പോഴും എന്തൊക്കെയാണ് ചെയ്യുന്നുള്ള ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റൻ ആണ്. എന്തായാലും നിങ്ങൾക്ക് എന്തൊക്കെയാ എക്സാമിൽ വരും. നന്നായിട്ട് പഠിച്ചിരിക്കുക. ഓക്കേടാ, നമ്മൾ അവസാനത്തെ ഭാഗത്തേക്ക് പോകുന്നു. ബേസ് തിയറം. എല്ലാ മക്കൾക്കും എല്ലാവരും പറയുന്നത് ഭയങ്കര പാടാണ് സാറേ, എനിക്ക് പറ്റൂല. ഇനി ഒരു പാടില്ല, ഈസി ആയിട്ട് ഞങ്ങൾക്ക് പറഞ്ഞുതരാം. നോക്കിയടാ ബേസ് തിയറം. ഓക്കെ, 3 ചേട്ടന്മാരിവിടെ ഉണ്ട്. 1 2 3. ഒരു കാര്യങ്ങൾ പറയാണ്ട് എൻ്റെ ചിത്രം ആരും അലങ്കരിക്കരുത്, കുറച്ച് പ്രശ്നമാണ്. അതുകൊണ്ട് വേറെ വഴിയില്ല. നോക്കി 3 ചേട്ടന്മാർ ഇവിടെ ഉണ്ട്. നോക്കി 3 ചേട്ടന്മാർ നമ്മൾ വ്യത്യാസം വരുത്താണ്ട് ഒരു ചേട്ടന് ഞാൻ ട്രൗസർ കൊടുക്കുന്നു, ട്രൗസർ ഇട്ട് കൊടുക്കുന്നേ. ഒരു ചേട്ടന് ഞാൻ പാൻറ് ഇട്ട് കൊടുക്കുന്നു, ഇതോ പാൻറ്. ഒരു ചേട്ടൻ എന്ത് ഇട്ട് കൊടുക്കണ്ടേ? എന്തിട്ട് കൊടുക്കുക? മുണ്ട് ഇട്ട് കൊടുക്കുക അല്ലേ. മുണ്ട്. ഓക്കെ, 3 ചേട്ടന്മാരെ, ഒന്ന് ട്രൗസർ ഇട്ട ചേട്ടൻ, ഒന്ന് പാൻറ് ഇട്ട ചേട്ടൻ, ഒന്ന് മുണ്ടെടുത്ത ചേട്ടൻ. 3 ചേട്ടന്മാരുടെ കയ്യിലും ഒരു ബാഗ് ഉണ്ട്. ഓരോ ചേട്ടന്മാരുടെ കയ്യിലും ഓരോരോ ബാഗ് ഉണ്ട്. ഓക്കെ, ശ്രദ്ധിക്കാം. എന്നാൽ ഓരോരോ കയ്യിലും ഓരോ ചേട്ടന്മാരുടെ കയ്യിലും റെഡ് ബോളും ഉണ്ട്, ബ്ലാക്ക് ബോളും ഉണ്ട്. അതായത് ഈ ചേട്ടൻ്റെ കയ്യിൽ ഇത്ര റെഡ് ബോളും ഇത്ര ബ്ലാക്ക് ബോളും, ഈ ചേട്ടൻ്റെ കയ്യിൽ കുറച്ച് റെഡ് ബോളും കുറച്ച് ബ്ലാക്കും, ഈ ചേട്ടൻ്റെ കയ്യിൽ കുറച്ച് റെഡും കുറച്ച് ബ്ലാക്കും. ഓക്കെ, ഇനി ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു റെഡ് ബോൾ എടുക്കുന്നു. അത് ഏതാളെ കയ്യിൽ നിന്നാണെന്നുള്ളത് എനിക്കറിയില്ല. ഞാൻ ആരോ കയ്യിൽ റെഡ് ബോൾ എടുക്കുന്നു. ഓക്കെ, ബേസ് തിയറം എന്താന്ന് പറഞ്ഞെങ്കിൽ എന്താണ് ഈ റെഡ് ബോള് ഈ ട്രൗസർ ഇട്ട ചേട്ടനിൽ നിന്ന് എടുത്തതാകാനുള്ള ചാൻസ് ഇല്ല. അതായത് ഒന്ന് ശ്രദ്ധിച്ചോ, അതായത് ഈ ട്രൗസർ ഇട്ടുള്ള ചേട്ടനിൽ നിന്ന് എടുത്തതാകാനുള്ള പ്രോബിലിറ്റി എത്ര? ഓക്കെ, നമുക്ക് റെഡ് ബോൾ ഈ പാൻ ഇട്ട ചേട്ടനിൽ നിന്ന് എടുത്തതാകാനുള്ള പ്രോബിലിറ്റി എത്ര? അതേപോലെ തന്നെ ഈ മുണ്ടിട്ട ചേട്ടനിൽ നിന്ന് റെഡ് ബോൾ എടുത്തതാകാനുള്ള പ്രോബിലിറ്റി എത്ര? അതാണ് ബേസ് തിയറം പറഞ്ഞത്. ഓക്കെ, മനസ്സിലായല്ലോ. ഓക്കെ, ഞാൻ ഈ ബാഗ് E1 എടുക്കുന്ന, ഈ ബാഗ് E2 എടുക്കുന്നു, ഈ ബാഗ് E3 എടുക്കുന്നു. ഓക്കെ, പ്രോബിലിറ്റിയാണ് നമുക്ക് കാണുന്നത്. ട്രൗസർ ഇട്ട ചേട്ടനിൽ എടുത്തതാകാനുള്ള പ്രോബിലിറ്റി, മുണ്ടിട്ട ചേട്ടനിട്ട് എടുത്തതാകാനുള്ള പ്രോബിലിറ്റി, പാലെടുത്ത ചേട്ടനത്ത് എടുത്തതാകാനുള്ള പ്രോബിലിറ്റി. എന്ത്? റെഡ് ബോൾ. അതാണ് നമ്മൾ ബേസ് തിയറം പഠിക്കാൻ പോണത്. എങ്ങനെയാണ് ബേസ് തിയറത്തിൻ്റെ ഇക്വേഷൻ എഴുതാന്നുള്ളത് ശ്രദ്ധിച്ചിരുന്നോ? ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ കേട്ടാൽ മതി, അതേപോലെ പഠിച്ചു വെച്ചാൽ മതി. വെറുതെ അനാവശ്യമായിട്ട് പല കാര്യങ്ങളും പഠിക്കണ്ട, ഇത്ര മാത്രം പഠിച്ചു വെച്ചാൽ മതി. അതായത് നോക്കിടാ, പി ഓഫ് E1 ഗിവൺ എ, അതായത് ബാഗ് E1 നിന്ന് റെഡ് ബോൾ എടുത്തതാകാനുള്ള പ്രോബബിലിറ്റി. ഇവൻ ആരെ കയ്യില? ട്രൗസർ ഇട്ട ചേട്ടൻ്റെ കയ്യിലല്ലേ. ആ ചേട്ടൻ്റെ കയ്യിൽ എടുത്തതാകാനുള്ള പ്രോബബിലിറ്റി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈക്വൽ ടു, ഓക്കെ താഴത്ത് കുറച്ച് വലുതാണ് കേട്ടോ, പ്രോബബിലിറ്റി ഓഫ് എ ഓക്കെ പി ഓഫ് E1 ഗിവൺ എ എന്ന് പറഞ്ഞെങ്കിൽ നോക്കിയാ പ്രോബിലിറ്റി ഓഫ് E1 ഇൻറ്റു E1 ഗിവൺ എ എന്ന് പറഞ്ഞാൽ പ്രോബിലിറ്റി ഓഫ് E1 ഇൻറ്റു ഇതങ്ങോട്ട് തല തിരിച്ചില്ല, എന്ത് വരും? പ്രോബിലിറ്റി ഓഫ് എ ഗിവൺ E1. തല തിരിച്ചിട്ട് വേറെ ഒന്നും ചെയ്യാനില്ല. ഇതെന്താണ്? ഫസ്റ്റത്തെ ബാഗല്ലേ, ഫസ്റ്റ് ചേട്ടനല്ലേ, നമ്മുടെ ട്രൗസറിൻ്റെ ചേട്ടനല്ലേ. ഇതേപോലെ നമുക്ക് നമ്മുടെ പാൻറ്റും മുണ്ട് വേണ്ട, നോക്കിയേ അത് താഴെ ഇരിക്കോ, പി ഓഫ്
E1 ഇൻറ്റു പി ഓഫ് എ ഗിവൺ E1 പ്ലസ് പി ഓഫ് രണ്ടാമത്തെ ചേട്ടൻ E2 ഇൻറ്റു പി ഓഫ് തലച്ചിരിച്ചിടാ എന്തായാലും എ ഗിവൺ E1 E2 പ്ലസ് പി ഓഫ് E3 ഇൻറ്റു പി ഓഫ് എ ഗിവൺ E3 ഇങ്ങോട്ടേക്ക് പോയി പോലെ നോക്കാം. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. ഇതാണ് ഞാൻ ഇവിടെ കൊടുത്തത്. നോക്കിക്കേ ഇവിടെ രണ്ടെണ്ണം ഉള്ളൂ. നമ്മൾ 3 ചേട്ടന്മാർ എടുക്കുന്നു, അതുകൊണ്ടാണ് ഇവിടെ 3 എണ്ണം ഉള്ളത്. ഈ ഇക്വേഷനിൽ 2 എണ്ണം ഉള്ളൂ, അതുകൊണ്ട് നമുക്ക് 2 എണ്ണം എടുത്താൽ മതി. ശ്രദ്ധിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ പി ഓഫ് E1 ഗിവൺ എ അല്ലേ, അതുകൊണ്ടാണ് ഇവിടെ പി ഓഫ് E1 ഇൻറ്റു പി ഓഫ് എ ഗിവൺ E1 ആയത്. എന്നാലും പി ഓഫ് നോക്കിയേ E2 ഗിവൺ എ ആണ് വരുന്നെങ്കിൽ ഈ മുതലല്ലേ ഈ സാധനം വരും മുകളിൽ വരും. ഇത് വരും പി ഓഫ് E2 ഇൻറ്റു പി ഓഫ് എ ഗിവൺ E2 ബൈ താഴെയുള്ള ആ ടോട്ടൽ വരും. ഓക്കെ ആണല്ലോ, സെറ്റല്ലേ? ഇങ്ങനെയാണ് മക്കളെ പഠിക്കേണ്ടത്. അതായത് ഇപ്പം ഒന്നുകിൽ 2 എണ്ണം അല്ലെങ്കിൽ നിങ്ങൾക്ക് 3 എണ്ണം വരും. ഓക്കെ, 2 എണ്ണം ആണെങ്കിൽ ഫസ്റ്റത്തെ E1 ഗിവൺ എ എന്ന് പറഞ്ഞാൽ ഒന്നുകൂടി പറഞ്ഞാൽ E1 ഗിവൺ എ എന്ന് പറഞ്ഞാൽ പി ഓഫ് E1 അല്ലെ, പി ഓഫ് E1 ഇൻറ്റു ഇത് തല പിടിച്ചിടാം. ഓക്കെ, പി ഓഫ് എ ഗിവൺ E1. ഓക്കെ, ഇത് ഫസ്റ്റത്തെ ആയതുകൊണ്ട് ഇത് മുകളിൽ വന്നു. സെക്കൻഡ് ആണെങ്കിൽ ഇതായിരിക്കും ഇവിടെ മുകളിലേക്ക് വരിക. ഓക്കെ ആണോ? ബേസ് തിയറം ഓക്കെ ആണോ? ഇനി പേടിക്കാമല്ലോ, നമുക്ക് പ്രൂവ് ചെയ്യാലോ. നോക്കാം. എടാ ഈ ക്വസ്റ്റ്യൻ തന്നെ ഉറപ്പായിട്ടും വരിക. ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. ഇത് എങ്ങനെയാണെന്നുള്ളത് ഈസി ആയിട്ട് പറയാം. ഒന്നുകൂടി ഞാൻ ഇക്വേഷൻ എങ്ങനെ വരുന്നത് പറഞ്ഞുതരാം. നോക്കിയേ. ഓക്കെ, ക്വസ്റ്റ്യൻ നോക്കി. A bag contains 4 red and 4 black balls. Another bag contains 2 red and 6 black balls. One of the 2 bags is selected at random and a ball is drawn from the bag which is found to be red. ഒരു ബാഗിൽ 4 റെഡും 4 ബ്ലാക്കും ഉണ്ട്. ഒരു ചേട്ടൻ, നമ്മളെ ട്രൗസർ ഇട്ട ചേട്ടൻ. Another bag contains 2 red and 6 black balls അല്ലേ, വേറെ ചേട്ടൻ, നമ്മൾ പാൻറ് ഇട്ട ചേട്ടൻ. ആ ചേട്ടൻ്റെ കയ്യിൽ 2 റെഡും 6 ബ്ലാക്ക് ബോൾസും ഉണ്ട്. റെഡി. One of 2 bags is selected at random അല്ലെ, ഏതോ ഒരു ബാഗ് എടുത്തു, ഏതോ ചേട്ടൻ്റെ ബാഗ് എടുത്തു. ആൻഡ് എ ബോൾ ഈസ് ഡ്രോൺ ഫ്രം ദി ബാഗ്. ഏതോ ഒരു ചേട്ടൻ്റെ ബാഗ് എടുത്തു, ആ ചേട്ടൻ ഒരു ബോൾ എടുത്തു. ആ ബോൾ എന്താടാ? റെഡാ. ഓക്കെ, ഫൈൻഡ് ദി പ്രോബിലിറ്റി ദാറ്റ് ദി ബോൾ ഈസ് ഡ്രോൺ ഫ്രം ദി ഫസ്റ്റ് ബാഗ്. അതായത് ആദ്യം നമ്മൾ ചേട്ടൻ്റെ ബാഗ് എടുത്തില്ലേ, ട്രൗസർ ഇട്ട ചേട്ടൻ എടുത്തുന്നുള്ള ബോൾ എടുക്കുന്ന പ്രോബിലിറ്റി, ആ ചേട്ടൻ എടുക്കുന്നതാണ് റെഡ് ബോൾ എടുക്കാനുള്ള പ്രോബിലിറ്റിയാണ് നമുക്ക് കാണേണ്ടത്. ഓക്കെ, ബേസ് തിയറം ഓക്കെ ആണല്ലോ. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? ഓരോരോ ഇവന്റ് നമ്മൾ എഴുതാൻ പോവാണേ. ഓക്കെ, E1 അല്ലേ, E1 എന്ന് പറഞ്ഞാൽ ചൂസിങ് ബാഗ് 1. ഓക്കെ, E2 എന്ന് പറഞ്ഞാൽ ചൂസിങ് ബാഗ് 2. ഓക്കെ, E1 ഫസ്റ്റത്തെ ചേട്ടൻ, ട്രൗസറിട്ട ചേട്ടൻ. E2 പാൻറിട്ട ചേട്ടൻ അല്ലേ, അവിടെ എടുക്കുന്നതാണ് E1 ഉം E2 ഞാൻ എഴുതി. എ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ എഴുതുന്നു ഡ്രോ ഇൻ എ റെഡ് ബോൾ. റെഡ് ബോൾ എടുക്കുന്നു, റെഡിലെടുക്കുന്നത്, ആ റെഡ് ബോൾ എടുക്കുന്നതാണ് ഞാൻ എ ആക്കിയെടുത്തത്. ഓക്കെ, നമ്മുടെ ഇക്വേഷൻ എന്താ നോക്കിറാ? പി ഒ അല്ലേ, ഫസ്റ്റ് ബാഗ് എന്നാണല്ലോ പറഞ്ഞേ. ഫസ്റ്റ് ബാഗ് ആകുമ്പോൾ E1 അല്ല വരിക. അപ്പൊ പി ഓഫ് E1 ഗിവൺ എ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും ഇക്വേഷൻ? പി ഓഫ് E1 വന്നു, ആദ്യം E1 വന്നു ഇൻറ്റു തല തിരിച്ചിടാം. ഈ തല തിരിച്ചിടുമ്പോൾ പി ഓഫ് എ ഗിവൺ E1 ഡിവൈഡ് ബൈ ടോട്ടൽ കാണാം. ഇവിടെ 2 എണ്ണല്ലോ, 2 എണ്ണം കണ്ടാൽ മതി. സെയിം സാന്തായിരിക്കെ പി ഓഫ് E1 ഇൻറ്റു പി ഓഫ് എ ഗിവൺ E1 പ്ലസ് രണ്ടാമത്തെ പി ഓഫ് E2 ഇൻറ്റു പി ഓഫ് എ ഗിവൺ E2. ഓക്കെ, നമുക്ക് എന്തൊക്കെ വേണം? പി ഓഫ് E1 വേണം, പി ഓഫ് എ ഗിവൺ E1 വേണം, പി ഓഫ് E2 വേണം, പി ഓഫ് എ ഗിവൺ E2 വേണം. ഓക്കെ, ഓരോന്നോരോന്ന് എടുത്ത് എഴുതിയാലോ. നോക്കാം, ഞാൻ ഇങ്ങോട്ട് ചെയ്തണ്ട, അടുത്ത സ്റ്റെപ്പ് ഇങ്ങോട്ട് വേണം. പി ഓഫ് E1 അതാണ് വേണ്ടത്. പ്രോബബിലിറ്റി ഓഫ് E1 അതായത് ചൂസി ബാഗ് 1. ഇവിടെ 2 ബാഗാണെന്നും ആണല്ലോ, ട്രൗസറിൻ്റെ ചേട്ടൻ്റെ കയ്യിലും പാൻറ്റിൻ്റെ ചേട്ടൻ്റെ കയ്യിലും 2 ബാഗാണല്ലേ. ആ 2 ബാഗിൽ നിന്ന് ഒരു ബാഗാണ് E1 എന്നാണ് ബാഗ് എടുക്കാനുള്ള പ്രോബിലിറ്റി എന്തായിരിക്കും? സിമ്പിൾ അല്ല, 2 ബാഗിൽ നിന്ന് ഒരു ബാഗ് എടുക്കാനുള്ളതാ 1/2. ഓക്കെ, പി ഓഫ് E2 എന്തായിരിക്കും? അപ്പം
സെയിം അല്ലടാ, 2 ബാഗ് നിന്ന് 1 ബാഗ് എടുക്കാനുള്ള എന്താ 1/2 തന്നെ വരും. ഓക്കെ, ഇത് നമുക്ക് എന്താ വേണ്ടത്? പി ഓഫ് എ ഗിവൺ E1 അല്ലേ? ഇത് നമ്മൾ ഒരിക്കലും കണ്ടീഷണൽ പ്രോപ്പർട്ടി വെച്ച് ചെയ്യരുത്. ഇതാണ് ബയസ് തിയറത്തിനുള്ളൊരു ചെറിയൊരു കോംപ്ലിക്കേഷൻ എന്ന് പറഞ്ഞെങ്കിൽ എ ഗിവൺ E1 എന്ന് പറഞ്ഞെങ്കിൽ നോക്കിയാൽ നമ്മൾ ഈ നമ്മുടെ ഇവന്റിന്റെ നോക്കുക, ഏറെ പറയുന്നത് ഡ്രോയിങ് എ ബോൾ, റെഡ് ബോൾ അല്ലെ, ഡ്രോയിങ് എ റെഡ് ബോൾ ഫ്രം ബാഗ് 1 E1, എ ഗിവൺ E1 അല്ലേ, ഡ്രോയിങ് എ റെഡ് ബോൾ ഫ്രം ബാഗ് 1, അതാണ് നമുക്ക് കാണേണ്ടത്. നോക്കിയടാ, നോക്കി റെഡ് ബോളാണ് നമ്മൾ എടുക്കുന്നത്, ബാഗ് 1 ബാഗ് 1 നോക്കിയ 4 റെഡും 4 ബ്ലാക്കും ബോൾസ് ആണ്. 4 റെഡും 4 ബ്ലാക്കും, ടോട്ടൽ എത്ര ബോൾസ് ഉണ്ട്? 8 ബോൾസ് ഉണ്ട്. 8 ബോൾസ് ഉണ്ട്. ഈ 8 ബോൾസിൽ എത്ര ബോൾസ് എടുക്കണം? റെഡ് ബോൾസ് എടുക്കാം, 4 റെഡ് ബോൾസ് എടുക്കുന്നത്. അപ്പൊ 4/8 ഡ്രോയിങ് എ റെഡ് ബോൾ ഫ്രം ബാഗ് 1. നോക്കി ബാഗ് 1 8 എണ്ണം ഉണ്ട്, അത് ഈ റെഡ് എടുക്കാനുള്ള പ്രോബിലിറ്റി ഉള്ളത് 4 റെഡ് ആണുള്ളത്, അപ്പൊ 4/8 അല്ലേ? റെഡി? അങ്ങനെയാണെങ്കിൽ പ്രോബിലിറ്റി ഓഫ് എ ഗിവൺ E2 എന്തായിരിക്കും? ഡ്രോയിങ് എ റെഡ് ബോൾ ഫ്രം ബാഗ് 2. ബാഗ് 2ൽ എത്ര ടോട്ടൽ ബോൾ ഉണ്ട്? 8 ബോൾ, 2 6 8 ബോൾസ് ആണ് അത്. റെഡ് എത്ര ബോൾസ് ഉണ്ട്? 2 ബോൾസ് ആണത്. അപ്പം 8 മുന്നിൽ 8 നിന്ന് 2 ബോൾസ് എടുക്കുന്നു, 2/8. ഓക്കെ, പി ഓഫ് എ ഗിവൺ E1ഉം പി ഓഫ് എ ഗിവൺ E2 ഇങ്ങനെയാണ് കാണേണ്ടത്. ഇതാണ് എല്ലാവർക്കും തെറ്റിപ്പോണത്. ഇത് സിമ്പിളാണ്, നമ്മളിത് വായിച്ച് നോക്കിയിട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ സിമ്പിളായിട്ട് കിട്ടും. എല്ലാം കിട്ടില്ല, നമുക്ക് ഇതിൻ്റെ ഇക്വേഷനിലെ എല്ലാം കിട്ടിയില്ലേ, ഇനി നേരിട്ട് എടുത്താൽ പോരെ. നോക്കിയടാ, പി ഓഫ് E1 ഗിവൺ എ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നോക്കിയേ, പി ഓഫ് E1 എത്ര ഇവിടെ? എത്ര നമുക്ക് കിട്ടി? 1/2 അല്ലേ? 1/2 ഇൻറ്റു പി ഓഫ് എ ഗിവൺ E1 എത്ര കിട്ടി? 4/8 ഡിവൈഡഡ് ബൈ എല്ലാം ടോട്ടൽ ചെയ്ത് നോക്കിയടാ, പി ഓഫ് E1 എത്ര? 1/2 ഇൻറ്റു പി ഓഫ് എ ഗിവൺ E1 4/8 പ്ലസ് നോക്കിയേ പി ഓഫ് E2 1/2 ആണ് അല്ലേ? 1/2 ഇൻറ്റു പി ഓഫ് എ ഗിവൺ E2 എത്ര കിട്ടി? 2/8 കിട്ടി. റെഡി? എല്ലാം ആയില്ലേ? ഇനി ചെയ്ത് നോക്കിയേ, 1/2 ഇൻറ്റു 4/8 എത്രയാ? 4/16 വരും അല്ലേ? ഡിവൈഡഡ് ബൈ 1/2 ഇൻറ്റു 4/2 വീണ്ടും 4/16 വരും, പ്ലസ് 2/2 ഇൻറ്റു 8 വന്നാൽ 16 വരും. റെഡി? എത്ര വരും? 4/60 ഹോൾ ഡിവൈഡഡ് ബൈ അത് വരും 16. താഴെ ഇങ്ങോട്ട് സെയിം ആണ്, അപ്പോൾ 8 പ്ലസ് ചെയ്താൽ മതി, 6/16 വരും അല്ലേ? 16 ഞാൻ ക്യാൻസൽ ചെയ്ത് പോകുന്നു. എന്ത് കിട്ടും? 4/6 കിട്ടും, അതായത് 2/3 കിട്ടും. എടാ, ഇതാണ് വലിയ ബേസ് തിയറം എന്ന് പറഞ്ഞാൽ വലിയ സംഭവമാണോ? ഒരു സംഭവം ഇല്ലടാ, ഇത് പഠിച്ചാൽ പോലെ നിങ്ങൾ ഇത്ര എളുപ്പമായിട്ട് നമ്മൾ ചെയ്തില്ലേ. എന്തൊക്കെയാ ചെയ്ത്, ഏതൊക്കെയല്ല ബ്ലാക്ക് ബോളും റെഡ് ബോൾ ഉള്ളത്. ഇനി ബ്ലാക്ക് ബോൾ ആണ് നമ്മൾ എടുക്കുന്നത്. നമ്മൾ ഇവന്റ് E1ഉം E2 എടുത്ത് ചൂസിങ് നമുക്ക് ബാഗ് 1 ആണ് E1 എടുത്ത്, ചൂസിങ് ബാഗ് 2 E2 എടുത്ത്, പിന്നെ ഏഴ് പറഞ്ഞെങ്കിൽ റെഡ് ബോൾ, ഇവിടെ റെഡ് ബോൾ ആണ് എടുത്തത്, അതുകൊണ്ട് റെഡ് ബോൾ ആണ് എടുത്തത്. ബാക്കി എല്ലാം നമുക്ക് കിട്ടിയല്ലോ. ഇത് മാത്രം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. പി ഓഫ് എ ഗിവൺ E1 പി ഓഫ് എ ഗിവൺ E2 കണ്ടീഷൻ പ്രോബബിലിറ്റി വെച്ച് ചെയ്യരുത്, നമ്മുടെ ഇവന്റ് വെച്ചിട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക അല്ലേ? ഓക്കെ അല്ലോ? ബേസ് തിയറം ഈ ക്വസ്റ്റ്യൻ ഉറപ്പായിട്ടും 100% ഉറപ്പാണ്, എൻ്റെ വാക്കാണ്, എൻ്റെ ഗ്യാരണ്ടിയാണ്. നിങ്ങൾ പഠിച്ചു വെച്ചോ, നിങ്ങൾക്ക് എക്സാമിന് വരും. ഓക്കെ ആണല്ലേ? സെറ്റാണേ? അപ്പോൾ ഇത്രയോട് നമുക്ക് +2 പ്രോബബിലിറ്റി ആണ്. എല്ലാ കണ്ടീഷൻസും എല്ലാ കോൺസെപ്റ്റും എല്ലാ അടിപൊളി ക്വസ്റ്റ്യൻസും നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇനി നിങ്ങളുടെ കയ്യിലാണ്, നന്നായിട്ട് പഠിക്കുക, ഇതേപോലത്തെ ക്വസ്റ്റ്യൻസ് ചെയ്യുക, നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ ആണല്ലോ? അപ്പോൾ അടുത്ത ക്ലാസ് വീണ്ടും ഞാൻ വരും. അപ്പോൾ അതുവരെ കാണുന്നവരെ തിങ്കൾ ബൈ.